പാലക്കാട്ടെ കഞ്ചിക്കോടൻ മലനിരകൾക്ക് താഴെ ഒട്ടേറെ ഭൂവിടങ്ങൾ കാർഷിക കേരളത്തിന്റെ സൗന്ദര്യം എന്നും കാത്തുസൂക്ഷിക്കുന്നു. ചുരമിറങ്ങി പനമ്പട്ടകളെ ഉലച്ചെത്തുന്ന കോടക്കാറ്റിലും മൊട്ടക്കുന്നുകളിൽ തട്ടിപ്പടരുന്ന വെയിൽനാളങ്ങൾ വമിപ്പിക്കുന്ന കൊടും ചൂടിലും ഈ കിഴക്കൻ പാലക്കാടൻ വയലുകൾ സമൃദ്ധി അണിഞ്ഞു തന്നെ നിൽക്കും. അത് മണ്ണിനെ സ്നേഹിക്കുന്ന പാലക്കാടൻ കർഷകന്റെ ഹൃദയവിശുദ്ധിയായി മാറുമ്പോൾ കേരളത്തിന്റെ നെല്ലറ എന്ന ഖ്യാതി കൈവിട്ടുകൊടുക്കുവാൻ ഈ കൃഷിയിടങ്ങൾ ഒരിക്കലും തയ്യാറാകുന്നില്ല. നെല്ലും പച്ചക്കറിയും നാണ്യവിളകളുമൊക്കെ പാലക്കാടൻ കാർഷിക മേഖലയ്ക്ക് സമ്പൽ സമൃദ്ധിയേറ്റുമ്പോൾ ഇവിടത്തെ ക്ഷീരോത്പാദന മേഖലയും അതിലൊട്ടും പിന്നിലല്ല. ആ കാർഷിക വിജയപഥം എന്തെന്ന് നമുക്ക് കാട്ടിത്തരുകയാണ് പാലക്കാട് എലപ്പുള്ളിയിലെ ക്ഷീരകർഷകരുടെ ക്ലസ്റ്റർ സംവിധാനം. എലപ്പുള്ളി പഞ്ചായത്തിലെ എടുപ്പുകുളം, കൂളിയോട്, മണിയേരി എന്നിവിടങ്ങളിലെ ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങൾക്ക് കീഴിലാണ് ക്ഷീരകർഷകരുടെ ക്ലസ്റ്റർ പ്രവർത്തിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകർ അംഗങ്ങളായുള്ള സഹകരണ സംഘം മണിയേരിയിൽ പ്രവർത്തിക്കുന്ന എലപ്പുള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘമാണ്. പാൽ ശേഖരണത്തിലും അത് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായം എലപ്പുള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ കളക്ഷൻ സെന്ററിൽ സജ്ജീകരിച്ചിരിക്കുന്നു. എടുപ്പുകുളം, കൂളിയോട് എന്നിവിടങ്ങളിലെ ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളിൽ നിന്നും എത്തുന്ന പാലും മണിയേരി പ്രദേശത്തെ ക്ഷീരകർഷകരെത്തിക്കുന്ന പാലും എലപ്പുള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ സംഭരിക്കപ്പെടുന്നു. ഇവിടുത്തെ ചില്ലറ വിൽപ്പനയ്ക്ക് ശേഷം പാൽ അടുത്തുള്ള മിൽമ സംഭരണ കേന്ദ്രത്തിലേക്കും എത്തിക്കുന്നു. എലപ്പുള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലേക്ക് ദിവസം 2 നേരമായി എത്തുന്ന പാൽ ഇവിടെയുള്ള മിൽക്ക് കൂളറിൽ ശേഖരിക്കുന്നു. 3000 ലിറ്റർ പാലാണ് ഈ കൂളറിന്റെ സംഭരണശേഷി. കാൽ നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തന ചരിത്രമുള്ള എലപ്പുള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ഇന്ന് 500ഓളം ക്ഷീര കർഷകരാണ് അംഗങ്ങളായിട്ടുള്ളത്. 50 ലക്ഷം രൂപയുടെ ആസ്തിയും സംഘത്തിനുണ്ട്. ക്ഷീര കർഷകർക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ, വിവിധ ക്ഷേമ പദ്ധതികൾ, വായ്പാ പദ്ധതികൾ, സബ്സിഡി നിരക്കിലുള്ള കാലിത്തീറ്റ വിതരണം, പശുക്കൾക്കും കിടാരികൾക്കുമുള്ള വൈദ്യസഹായം, ഉൽപാദനശേഷിയാർന്ന പശുക്കൾക്കായുള്ള ഗോസംവർദ്ധന സംവിധാനം തുടങ്ങിയവ എലപ്പുള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നിന്നും കർഷകർക്ക് ലഭിക്കുന്നു. ജൈവ പച്ചക്കറി കൃഷി കർഷകരിലെത്തിക്കുന്നതിനുള്ള പദ്ധതി, ക്ഷീരോത്പാദന മേഖലയിലെ പുതിയ ശാസ്ത്രീയ രീതികൾ കർഷകർക്ക് പരിചയപ്പെടുത്തുന്നതിനായുള്ള സെമിനാറുകൾ, കർഷകർ തങ്ങളുടെ അനുഭവത്തിൽ ആർജിച്ച അറിവുകൾ മറ്റ് കർഷകർക്ക് പങ്കുവയ്ക്കുന്ന ചർച്ചാ ക്ലാസുകൾ, കർഷകർക്കായുള്ള ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയും എലപ്പുള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ പ്രത്യേകതയാണ്. ചിറ്റൂര് ബ്ലോക്കിന്റെ കീഴിലാണ് ഞങ്ങളുടെ സംഘം പ്രവർത്തിക്കുന്നത്. ക്ഷീരവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും മിൽമയും ക്ഷീര കർഷകർക്ക് വേണ്ടി ഈ സൊസൈറ്റിക്ക് സർക്കാരിൽ നിന്ന് എല്ലാ സാമ്പത്തിക സഹായങ്ങളും ചെയ്തു വരുന്നുണ്ട്. പിന്നെ കർഷകർക്ക് ഈ മിൽക്ക് സൊസൈറ്റി ജൈവ രീതിയിലുള്ള പച്ചക്കറി കൃഷി ഓർഗനൈസിംഗ് എന്നുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ ഈ മെഡിക്കൽ ക്യാമ്പുകൾ, ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ ക്യാമ്പുകളുണ്ട്. അതുപോലെ തന്നെ കൂട്ടായ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന് കർഷക സെമിനാറുകൾ, അതുപോലെ തന്നെ VAPസിന്റെയും മലമ്പുഴ ട്രെയിനിങ് സെന്ററിൽ നിന്ന് വന്ന് കർഷകർക്ക് ബോധവൽക്കരണ ക്ലാസ് വരെ ഇവിടെ സൗകര്യങ്ങൾ ഈ സൊസൈറ്റി
ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷീര കർഷകർക്ക് ഗ്രോ ബാഗിൽ ജൈവ രീതിയിലുള്ള പച്ചക്കറിക്കുള്ള പ്രോത്സാഹനം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് സഹകരണങ്ങളുണ്ട്. അങ്ങനെ നല്ല പ്രവർത്തനങ്ങളാണ് ഈ സൊസൈറ്റി. അതുപോലെ തന്നെ കാലിത്തീറ്റ, അതുപോലെ തന്നെ മിൽമയുമായി ബന്ധപ്പെടുന്ന എല്ലാ പോഷക ഗുണങ്ങളുള്ള എല്ലാ സാധനങ്ങളും ഈ സൊസൈറ്റി സൗകര്യങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. മലബാർ മേഖലയിലെ മികച്ച ക്ഷീരോത്പാദക സഹകരണ സംഘത്തിനുള്ള 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയ വർഗീസ് കുര്യൻ സ്മാരക പുരസ്കാരം പ്രവർത്തന മികവിന്റെ അംഗീകാരമായി എലപ്പുള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന് ലഭിച്ചു. ആയിരത്തി 1980 തുടങ്ങിയ സംഘമാണ്. അന്ന് ഏകദേശം 40 ലിറ്ററോളം പാല് സംഭരിച്ച് തുടങ്ങിയതാണ്. ഇന്ന് 25 വർഷത്തിലധികമായി പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ 1500 ലിറ്ററോളം പാലുണ്ട്. വേറെ 3000 ലിറ്ററിൻ്റെ ഒരു BMC കൂളർ മിൽമയുടെ കേന്ദ്ര പദ്ധതി പ്രകാരം സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന്ന് 2 ക്ലസ്റ്റർ സംഘങ്ങൾ ഇതിൽ വരുന്നു. ഒന്ന് എടുപ്പോളത്തും ഒന്ന് കൂളിയോടിൻ്റെ 2 ക്ലസ്റ്റർ സംഘങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ മൊത്തം ഇപ്പോൾ 3000 ലിറ്ററോളം പാല് സംഭരിച്ച് വരുന്നു. നമുക്ക് 2007-08 മലബാർ മേഖലയിൽ ഏറ്റവും നല്ല സംഘത്തിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 2015 കോഴിക്കോട് സിറ്റി ബാങ്കിൻ്റെ ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ് 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും 2015 ഈ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും കർഷകരുടെയൊക്കെ കൂട്ടായ്മയിലൂടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സംഘമാക്കിയിട്ട് പ്രവർത്തിച്ചു വരാൻ കഴിഞ്ഞിട്ടുണ്ട്. എലപ്പുള്ളിയിലെ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ശ്രദ്ധേയമാകുമ്പോൾ ക്ഷീരോത്പാദന മേഖലയിലും തികഞ്ഞ സമൃദ്ധി തന്നെ. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലെ ക്ഷീര കർഷക ക്ലസ്റ്ററിലെ മികച്ച ക്ഷീരോത്പാദകരിൽ ഒരാളാണ് ചിറ്റൂർ ബ്ലോക്കിലെ വടക്കോട് കളത്തിൽ ആർ ജനകരാജ്. രാജ്യത്തെ ഒരു പ്രമുഖ ബാങ്കിന്റെ പാലക്കാട് ശാഖാ മാനേജർ കൂടിയായ ആർ ജനകരാജ് തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിലാണ് പശുപരിപാലനത്തിനും ഇതര കാർഷിക വൃത്തിക്കും സമയം കണ്ടെത്തുന്നത്. ഹോൾസ്റ്റീൻ ഫ്രീഷ്, ജെഴ്സി ഇനത്തിൽപ്പെട്ട 60-ലേറെ വരുന്ന പശുക്കളെയാണ് ജനകരാജ് പരിപാലിച്ചു പോരുന്നത്. പശു നിന്ന് തുടങ്ങിയതാണ്. ചിറ്റൂർ ബ്ലോക്കിൽ നിന്ന് ക്ഷീര കർഷകത്തിൽ നിന്ന് കിട്ടി പദ്ധതി വെച്ച് ഒരു 10 പശുവിൻ്റെ സ്കീം കിട്ടി. അങ്ങനെ തുടങ്ങിയതാണ് ഇതിൻ്റെ. പിന്നെ ഞാൻ തന്നെ എല്ലാം ഇതാക്കി ഡെവലപ്മെൻ്റ് ആക്കി. പ്രധാനമായും 3 തൊഴുത്തുകളാണ് ഇവിടെ ഉള്ളത്. പൂർണ്ണമായും ഓലമേഞ്ഞ തൊഴുത്തുകളുടെ മുകൾ ഭാഗം ടാർപ്പാളിൻ കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. കനത്ത പാലക്കാടൻ ചൂടിനെ ഒരു പരിധിവരെ പ്രതിരോധിക്കുവാൻ ഓലത്തൊഴുത്തിന് കഴിയുന്നു. കൂടാതെ ചൂട് നിയന്ത്രിക്കുവാൻ ഫാനുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. കാറ്റും വെളിച്ചവും യഥേഷ്ടം കയറി ഇറങ്ങത്തക്ക രീതിയിലാണ് തൊഴുത്തിന്റെ 4 വശവും ക്രമീകരിച്ചിരിക്കുന്നത്. പശുക്കൾക്ക് കിടക്കാൻ തറയിൽ റബ്ബർ മാറ്റുകളും വിരിച്ചിട്ടുണ്ട്. തൊഴുത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്പീക്കറിലൂടെ എത്തുന്ന സംഗീതം കേട്ടാണ് ജനകരാജിന്റെ പശുക്കൾ ഉണരുക. തൊഴിലാളികളുടെ സഹായത്തോടെ തൊഴുത്തിലെ ശുചീകരണ പ്രവൃത്തികൾ നടക്കുന്നു. തൊഴുത്തിൽ നിന്നും വാരിമാറ്റുന്ന ചാണകം വിശാലമായ പുരയിടത്തിലെ ഒരു പ്രത്യേക ഭാഗത്ത് സംഭരിക്കുന്നു. ഇവിടെ ഉണക്കിയെടുക്കുന്ന ചാണകം കൃഷി ആവശ്യത്തിനും വിൽപ്പനയ്ക്കുമുള്ളതാണ്. തൊഴുത്ത് കഴുകി ഒഴുക്കുന്ന ജലവും ഗോമൂത്രവും പ്രത്യേക ഓവ് വഴി പുരയിടത്തിലെ കൃഷിയിടങ്ങളിലേക്കും എത്തുന്നു. പെല്ലറ്റ്, സൈലേജ്, ഗോതമ്പ് തവിട് എന്നിവ
വെള്ളത്തിൽ കലർത്തി ഖര ആഹാരമായി പശുക്കൾക്ക് കൊടുക്കുന്നു. വൈക്കോലും CO3 ഇനം തീറ്റപ്പുല്ലും നാരാഹാരമായും നൽകുന്നു. ദിവസം 2 നേരം ഈ ആഹാര രീതി ആവർത്തിക്കപ്പെടുന്നു. ക്ലീനിങ് അത് 7:30 പണി കഴിയും. എല്ലാം വൃത്തിയായി പണിയെല്ലാം കഴിഞ്ഞ് പുല്ലൊക്കെ ഇട്ട് വക്കലൊക്കെ വെച്ച് വെള്ളമൊക്കെ വെച്ച് എല്ലാം കൊടുത്തളയും. അത് പെലറ്റ്, തവിട്, മിക്സഡ്, ഇത് കപ്പ, ബീർ വേസ്റ്റ്, ഇതൊക്കെ അവിടെ. തവിട് ഒരു കിലോ, പില്ലറ്റ് 1 കിലോ, മറ്റേ മിക്സഡ് ഇത് 1 കിലോ എടുത്തിട്ട് പാത്രത്തിൽ ഒന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് മാട്ടിന് കൊടുക്കും. CO3 പുല്ലും വൈക്കോലുമാണ് കൊടുക്കുന്നത്. 2 നേരമാണ് കറവ. കൈക്കറവയാണ് ഇവിടുത്തെ രീതി. ഇരുന്നൂറോളം ലിറ്റർ പാൽ രാവിലത്തെ കറവയിലും 150-ലേറെ ലിറ്റർ പാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള കറവയിലും ലഭിക്കുന്നു. കറവ കഴിഞ്ഞാലുടൻ പാൽ അരിച്ചെടുത്ത് പ്രത്യേക പാൽ പാത്രങ്ങളിലാക്കി അടുത്തുള്ള കൂളിയോട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലേക്ക് എത്തിക്കുന്നു. സംഘത്തിൽ ഏറ്റവും കൂടുതൽ പാൽ അളക്കുന്ന ക്ഷീരകർഷകൻ ജനകരാജ് എന്ന പേരുള്ള ക്ഷീരകർഷകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം 200 മുതൽ 220 ലിറ്റർ വരെ പാല് ഒരു ദിവസം സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എരുമയും പശുക്കളും ആടും കോഴിയും അങ്ങനെയായി സമ്മിശ്ര കർഷകനാണ്. വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നൊരു സംഘമാണ് കുളിയോട് ക്ഷീരോത്പാദക സഹകരണ സംഘം. ഏകദേശം ഒരു ദിവസം 750 ലിറ്റർ പാലാണ് ഞങ്ങൾ കളക്ട് ചെയ്യുന്നത്, രാവിലെയും വൈകുന്നേരവും കൂടെ. ഈ കളക്ട് ചെയ്യുന്ന പാല് മണിയേരി ഏലപ്പുള്ളി ക്ഷീര സംഘത്തിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ കൂളറിൽ ശേഖരിച്ച ശേഷം അവിടെ നിന്നാണ് മിൽമ ശേഖരിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കർഷകനും, അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് യുവ കർഷകർ ഈ രംഗത്തിലേക്ക് വളരെ മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും പശുക്കളെ വളർത്തി അതിൻ്റെ ഉൽപാദനക്ഷമത കൂട്ടാനായിട്ട് ഇപ്പോഴും പശുക്കളെ മേടിച്ച് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു കർഷകനാണ് ജനകരാജ്. അദ്ദേഹത്തിന് 3 വർഷമായി തുടർച്ചയായി ഞങ്ങളുടെ സംഘത്തിൽ ഏറ്റവും കൂടുതൽ പാല് അളക്കുന്ന കർഷകനും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പാല് തരുന്ന കർഷകനും എന്ന അവാർഡ് 3 വർഷമായിട്ട് ഞങ്ങളുടെ സംഘത്തിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന ആളാണ്. ചെനയുള്ള പശുക്കളെയും കിടാരികളെയും പ്രത്യേകം തൊഴുത്ത് തയ്യാറാക്കി പരിപാലിക്കുന്നു. ഇണ ചേർക്കുന്നതിനായി സങ്കര ഇനത്തിൽപ്പെട്ട കാളയെയും പരിപാലിക്കുന്നുണ്ട്. ഒരു കൗതുകമെന്നോണം 2 പോരുകാളകളെയും ജനകരാജ് തന്റെ തൊഴുത്തിൽ സംരക്ഷിക്കുന്നു. ചെമ്മരി ആടുകളും സങ്കര ഇനത്തിൽപ്പെട്ട ആടുകളും ചേർന്ന ഒരു ചെറുപറ്റത്തെയും ജനകരാജ് ഇവിടെ വളർത്തുന്നു.
ഭക്ഷ്യസഞ്ചയത്തിനും ഒരിടം ജനകരാജ് തന്റെ തൊഴുത്തിനോട് ചേർത്തൊരുക്കിയിട്ടുണ്ട്. വിവിധ ഇനം പ്രാവുകളും ഗൂസുകളും പോരുകോഴികളും മുട്ടക്കോഴികളുമൊക്കെ ഈ വളർത്തു പക്ഷിക്കൂട്ടത്തിലെ അംഗങ്ങളാണ്. പ്രാവ് 10-50 പ്രാവുണ്ട്, ഗൂസ് ഉണ്ട്, താറാവുണ്ട്, കുറച്ച് കോഴിയുണ്ട്. ഇത് നമ്മൾ സെയിൽസിനാണ്, സെയിൽസ് ഇത് ചെയ്യുന്ന വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷിമൃഗാദികളുടെ പരിപാലനത്തിനൊപ്പം പലതരം കാർഷിക വിളകളും ഈ പാലക്കാടൻ പാടത്ത് ജനകരാജ് കൃഷി ചെയ്തു പോരുന്നു. കൊയ്ത്തിനു പാകമായി കിടക്കുന്ന നെൽവയലുകൾക്ക് ചുറ്റും വിവിധ ഇനം വാഴകൾക്കപ്പുറം നിരയിട്ട തെങ്ങുകൾ, തീറ്റ പുൽകൃഷി, ഭക്ഷ്യമീനുകൾ വളരുന്ന വിശാലമായ കുളങ്ങൾ, അങ്ങനെ പാലക്കാടൻ മലനിരകൾക്ക് താഴെ ജനകരാജ് എന്ന ഈ കർഷകനൊരുക്കുന്ന കാർഷിക പരിവൃത്തിയുടെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെ. ഉള്ളത് കൃഷിയാണ് നല്ല ഇപ്പോൾ ബെനിഫിറ്റ് ഉള്ളൂ, വേറെ ഇതിലൊന്നും മെച്ചമില്ല. അത് കാരണം കൃഷിയിൽ ഇറങ്ങിയതാണ് അപ്പോൾ തൊട്ട് ചെയ്യണത്. ആർ ജനകരാജിനെ പോലുള്ള ഒട്ടേറെ ക്ഷീര കർഷകർ എലപ്പുള്ളിയിലെ ക്ഷീര കർഷക ക്ലസ്റ്ററിന്റെ അഭിമാനമായി മാറുമ്പോൾ ക്ഷീരമേഖലയിലെ ഒരു നാട്ടുവിപ്ലവം കൂടിയായി അത് മാറുന്നു. ക്ഷീരോത്പാദന മേഖലയും ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളും ചേർന്നുള്ള ഈ വികസനോന്മുഖ ബന്ധം നാളത്തെ വലിയൊരു മാറ്റത്തിന് നാന്ദിയാകുന്നു. അത് നമ്മുടെ കാർഷിക രംഗത്തിന് വേറിട്ടൊരു പാഠവുമാകുന്നു. यूरिया का स्वदेशी उत्पादन 17 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തോട്ടവിളകൾക്ക് മൊബൈൽ ആപ്പ്. പക്ഷിപ്പനി കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. പുതിയ ഡയറി ഫാം സംരംഭകർക്ക് പരിശീലനം. കാർഷിക വാർത്തകൾ വിശദമായി. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കായംകുളം പ്രാദേശിക തോട്ടവിള ഗവേഷണ കേന്ദ്രം തോട്ടവിളകളുടെ കൃഷിരീതികൾ മനസ്സിലാക്കുന്നതിനും സംശയങ്ങൾ പരിഹരിക്കുന്നതിനുമായി ഒരു ആപ്പ് പുറത്തിറക്കി. മലയാളത്തിലും ഇംഗ്ലീഷിലും ഇവ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ ഇ കൽപ്പ എന്ന് ടൈപ്പ് ചെയ്താൽ മൊബൈലിൽ ഈ ആപ്പ് ലഭിക്കുന്നതാണ്.
ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്ന രോഗം മാരകമല്ലെങ്കിലും മറ്റു സ്ഥലങ്ങളിലെ പക്ഷികളിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള കരുതൽ നടപടികളുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ ദ്രുതകർമ്മസേനയെ വിന്യസിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന കൺട്രോൾ റൂം നമ്പറുകൾ ഇനി പറയുന്നു. തിരുവനന്തപുരം 0412302381, മൊബൈൽ നമ്പർ 9847347094. ആലപ്പുഴ 047722252636, മൊബൈൽ നമ്പർ 9447399447. കൃഷി വകുപ്പ് ആത്മ ഇടുക്കി സംയുക്ത സംരംഭമായ അഗ്രിടെക് ഇടുക്കി 2016 PMKSY കിസാൻ മേളയും നവംബർ 4-5 തീയതികളിൽ തൊടുപുഴ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ വെച്ച് നടത്തുന്നതാണ്. ഇതോടനുബന്ധിച്ച് 2015-2016 വർഷത്തിൽ വിജയകരമായി പച്ചക്കറി കൃഷി വികസന പദ്ധതി കാഴ്ചവെച്ചവർക്കുള്ള സംസ്ഥാനതല അവാർഡ് വിതരണവും ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനോടനുബന്ധിച്ച് കേന്ദ്ര, സംസ്ഥാന, അർദ്ധ സർക്കാർ, പൊതുമേഖലാ, സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഗവേഷണ വിഭാഗം ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചെടുത്ത നൂതന കാർഷിക സാങ്കേതിക വിദ്യകൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതാണ്. കൂടാതെ ISRO, നാളികേര വികസന ബോർഡ്, സ്പൈസസ് ബോർഡ്, കയർ ബോർഡ്, CPCRI, CTCRI, തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, കോയമ്പത്തൂർ കാർഷിക സർവകലാശാല, കൃഷി വിജ്ഞാൻ കേന്ദ്ര ഇടുക്കി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ പ്രദർശന നഗരിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ജൈവ കാർഷിക ഗ്രാമങ്ങൾക്കുള്ള ജില്ലാതല അവാർഡ് സമ്മേളനത്തിൽ നൽകുന്നതാണ്. തൃശൂരിലെ മിൽമ ട്രെയിനിംഗ് സെന്റർ പശു പരിപാലന രംഗത്ത് യുവതീ യുവാക്കളെ ആകർഷിക്കുന്നതിനും പുതിയ ഡയറി ഫാം സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും 4 ദിവസത്തെ ക്ഷീര കർഷക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. നവംബർ 7 മുതൽ 10 വരെയാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487269589. ശീതകാല പച്ചക്കറി തൈകളായ ക്യാബേജ്, കോളിഫ്ലവർ, ക്യാപ്സിക്കം എന്നിവയുടെ തൈകൾ പേരാമ്പ്ര സ്റ്റേറ്റ് സീഡ് ഫാമിൽ ലഭിക്കുന്നതാണ്. തൈയൊന്നിന് 2 രൂപ 20 പൈസ. കൂടാതെ കാഞ്ചന നെൽവിത്ത് 30 രൂപ നിരക്കിലും ലഭ്യമാണ്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് മൃഗാശുപത്രിയിൽ കുടപ്പനക്കുന്ന് ഫാമിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള 45 മുതൽ 50 ദിവസം വരെ പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ ഈ മാസം 7-ന് വിതരണം ചെയ്യുന്നു. മുട്ടക്കോഴി കുഞ്ഞ് ഒന്നിന് 100 രൂപയാണ് വില. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9447110978 0472287168. നാളികേര വികസന ബോർഡിന്റെ നേര്യമംഗലം DSP ഫാമിൽ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിൻ തൈകൾ ലഭ്യമാണ്. കുറിയ ഇനങ്ങളായ ചാവക്കാട് ഓറഞ്ച്, പച്ച, മലയൻ, മഞ്ഞ ഓറഞ്ച് എന്നിവയ്ക്ക് തൈ ഒന്നിന് 50 രൂപയും സങ്കര ഇനം T×D തൈ ഒന്നിന് 200 രൂപയും നാടൻ തൈ ഒന്നിന് 40 രൂപയുമാണ് വില. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0485255440. ഇനി കമ്പോളം നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 9500 രൂപ, കോഴിക്കോട് 10500 രൂപ, തൃശൂർ 9450 രൂപ. കൊപ്ര കൊച്ചി 6430 രൂപ, കോഴിക്കോട് 6550 രൂപ, തൃശൂർ 6470 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 67100 രൂപ, ഗാർബിൾഡ് 70100 രൂപ. ചുക്ക മീഡിയം 12500 രൂപ, ബെസ്റ്റ് 14000 രൂപ. മഞ്ഞൾ സേലം 9400 രൂപ, മഞ്ഞൾ ഈറോഡ് 9600 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11600 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11600 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 9500 രൂപ, കൊപ്ര 6430 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2000 രൂപ, പിണ്ണാക്ക് റോട്ടറി 2300 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 67100 രൂപ, ഗാർബിൾഡ് 70100 രൂപ.
ചുക്ക് മീഡിയം 12,500 രൂപ, ബെസ്റ്റ് 14,000 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 18,000-നും 19,000-നും മധ്യേ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 240-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 400-നും 450-നും മധ്യേ, ജാതിപത്രി കിലോഗ്രാമിന് 600-നും 850-നും മധ്യേ, ഗ്രാമ്പു കിലോഗ്രാമിന് 750 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 11,000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,600 രൂപ, ഒട്ടുപാൽ 7,400 രൂപ, ലാറ്റക്സ് 7,000 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വില 2 ദിവസത്തിനിടയിൽ ക്വിന്റലിന് 800 രൂപ ഇടിഞ്ഞത് സംസ്ഥാനത്തെ കർഷകരുടെ നെഞ്ചെടുപ്പ് ഉയർത്തി. ഹൈറേഞ്ചിൽ നിന്നുള്ള മുളക് വരവ് നാമമാത്രമാണെങ്കിലും പുതിയ ആവശ്യക്കാരുടെ അഭാവം ഉൽപ്പന്നത്തിൽ സമ്മർദ്ദമുളവാക്കി. സ്റ്റോക്കിസ്റ്റുകൾ വിൽപ്പനയ്ക്ക് നിയന്ത്രണം വരുത്തിയാൽ വില തകർച്ചയുടെ ആക്കം പിടിച്ചു നിർത്താനാവും. ഗാർബിൾഡ് കുരുമുളക് കിലോയ്ക്ക് 701 രൂപയാണ്. ഏലക്ക ഉൽപാദനം നേരത്തെ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറയുമെന്നാണ് ഉൽപാദകരിൽ നിന്നുള്ള സൂചന. കാർഷിക ചെലവുകൾ മുൻനിർത്തി തോട്ടം മേഖല പുതിയ ചരക്ക് ലേലത്തിന് ഇറക്കുന്നുണ്ട്. ഇന്ന് നടന്ന ലേലത്തിൽ മികച്ച ഇനം കിലോഗ്രാമിന് 1,332 രൂപയിൽ കൈമാറി. അവധി വ്യാപാരത്തിൽ റബ്ബറിന് നേരിട്ട തിരിച്ചടി. കൊച്ചി, കോട്ടയം വിപണികളിൽ ഷീറ്റിന് ഡിമാൻഡ് കുറച്ചു. വെളിച്ചെണ്ണ, കൊപ്ര വിലകളിൽ മാറ്റമില്ല. മാസ ആരംഭമായതിനാൽ എണ്ണവില ഉയരുമെന്ന നിഗമനത്തിലാണ് മില്ലുകാർ. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.6, 25.3. കൊച്ചി 31.7, 24.7. ആലപ്പുഴ 31.8, 23.2. പുനലൂർ 32.5, 23.8. തിരുവനന്തപുരം 32.4, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.